ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. എപ്പോഴും നമ്മൾ ഗോതമ്പ് പൊടിയുടെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എപ്പോഴും റേഷൻ കടയിൽ നിന്ന് ഈ ഗോതമ്പ് പൊടി കളയാണ്ട് മേടിക്കൂട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ബൗളിലാണ് കേട്ടോ അളന്നെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് വെള്ളത്തിൻ്റെയൊക്കെ അളവ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ബൗളിൽ അളന്നെടുത്ത് പറയണത്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബൗളാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബൗളിലാണ് കേട്ടോ അളന്നെടുക്കുന്നത്. 2 ബൗൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും വീണ്ടും ഇതേപോലെ തന്നെ ഉണ്ടാക്കി കഴിക്കും കേട്ടോ. പിന്നെ റേഷൻ കടയിലത്തെ ഈ ഗോതമ്പ് പൊടി നമുക്ക് വില കുറവിൽ കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ അത് നമുക്ക് മേടിക്കുകയും ചെയ്യാം. അപ്പോൾ ടേസ്റ്റി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ബൗൾ കറക്റ്റായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഒരു ബൗൾ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് രണ്ടാമത്തെ ബൗൾ നിങ്ങൾ കപ്പിലാണ് അളന്നെടുക്കണമെന്നുണ്ടെങ്കിൽ കപ്പിൽ അളന്നെടുക്കാം കേട്ടോ. അപ്പോൾ 2 ബൗൾ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല കുനിച്ചിട്ടല്ല, എന്നാൽ നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബൗളിൽ 1 ബൗൾ വെള്ളമാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. ഈ ബൗളിൽ 1 ബൗൾ വെള്ളം എടുക്കാം. അതൊന്ന് കഴുകി എടുത്തിട്ട് ഇതേപോലെ നിറച്ചെടുക്കണം കേട്ടോ. ബൗളിൽ വെള്ളം നമ്മൾ നിറച്ചെടുത്തിട്ടുണ്ടല്ലോ ഗോതമ്പ്, അതുകൊണ്ട് 1 ബൗൾ വെള്ളം നിറച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ വെള്ളത്തിൽ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഈ മാവിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വെള്ളം നല്ലോണം തിളപ്പിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ആദ്യം പകുതി ഭാഗത്തോളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ വെള്ളം എല്ലാ ഭാഗത്തും ആവോളം മിക്സാക്കി എടുക്കണം. 1 സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഈ വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് കറക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. റേഷൻ കടയിലെ ഗോതമ്പ് പൊടി അണച്ചാൽ കറക്റ്റ് വെള്ളമാണ്. ഈ 2 ബൗളിനും 1 ബൗൾ വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ ഈ വെള്ളം മൊത്തത്തിൽ ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കുക. എല്ലാ ഭാഗത്തും വെള്ളം നനയണം കേട്ടോ. എന്നിട്ട് ഇത് ഒന്ന് ചെറുതായി ചൂടാറാനായിട്ട് വെക്കുക. ചൂടോടെ കുഴച്ചെടുക്കാൻ വയ്ക്കണവർക്ക് അങ്ങനെ കുഴച്ചെടുക്കാം. ഞാനിതൊന്ന് ചെറുതായി ചൂടാറാൻ വെക്കുന്നുണ്ട് കേട്ടോ. ചെറുതായി ഒന്ന് ചൂടാറട്ടെ. കൂടുതൽ നേരം ഒന്നും വെച്ചെടുക്കണില്ല. ഒന്ന് ചെറുതായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കുറേ നേരിട്ട് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഈ പാത്രത്തിലിട്ടിട്ട് എനിക്ക് കുഴച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിത് കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പാത്രത്തിലിട്ടിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ സാധാ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ അത്രയും ഒന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് സെറ്റാക്കി എടുത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് നമ്മൾ ഒന്ന് പൊടിയൊക്കെ ഒന്ന് സെറ്റായി വരുവോളം ഒന്ന് ആക്കിയെടുത്താൽ മതി കേട്ടോ. കൗണ്ടർ ടോപ്പിലാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും. നമ്മളിങ്ങനെ തിളച്ച വെള്ളം കൊണ്ട് സാധാ ചപ്പാത്തി ഉണ്ടാക്കിയെടുത്താലും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഈ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. വെള്ളത്തിൻ്റെ അളവൊക്കെ ഇതേപോലെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നല്ല സോഫ്റ്റ് ചപ്പാത്തി എടുക്കാൻ പറ്റും. കുഴക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ഇതേപോലെ തിളച്ച വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇതേപോലെ ഒന്ന് സെറ്റാക്കി എടുത്താൽ മാത്രം മതി. കുഴച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഷുഗറും പ്രഷറും ഉള്ളവർക്കൊക്കെ അധികവും ചപ്പാത്തി അല്ലായിരിക്കും വൈകിട്ട്. രാവിലെ നമ്മൾ ചപ്പാത്തി ഇതേപോലെ ഉണ്ടാക്കിയെടുത്താലും അവർക്ക് വൈകിട്ടും അതന്നെ കൊടുക്കാൻ പറ്റും കേട്ടോ. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഞാനിതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളൂ ഇതേപോലെ. ഇനി ഇതിൻ്റെ മേലെ ഒന്ന് എണ്ണ തൂവി കൊടുക്കുക. ഒന്ന് ഡ്രൈ ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടൊരു അരമണിക്കൂറോളം 20 മിനിറ്റ് വെച്ചാൽ മതി. കൂടുതൽ നേരം വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു 20 മിനിറ്റ് എന്തായാലും വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളൊരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് 2 പാർട്ടായിട്ട് മുറിച്ചെടുക്കാം. ഇനി ഇത് കുഴച്ചെടുക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് നീളത്തിലാക്കിയിട്ട് നമുക്ക് എത്രണ്ട് വലുപ്പം വേണോ അതിനനുസരിച്ച് ഓരോ ഉരുളാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ
അപ്പോൾ ഇതാ ഇതുപോലെ നീളത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കയ്യിൽ കൊള്ളാവുന്ന ഓരോ ഉരുളാക്കി എടുക്കാം. ഇത്രയും വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഉരുളെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയുടെ വലുപ്പം വേണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാൻ ഇത്ര വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലാതും ഇതുപോലെ ഒന്ന് ഉരുട്ടി, നല്ലോണം ഉരുട്ടിയിട്ടൊന്നുമില്ല, ഓരോന്ന് എടുക്കുമ്പോൾ ഇതുപോലെ കൈവെള്ളയിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. അപ്പോൾ നമ്മളതൊന്ന് പിച്ചിട്ട് കൊടുത്തിട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് കൈവെള്ളയിൽ വെച്ച് ഉരുട്ടി ഒന്ന് ഇതുപോലെ ചെറുതായി അമർത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടി വെച്ചിട്ട് സാധാരണ ചപ്പാത്തിക്ക് പരത്തണ പോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇത് വേഗത്തിൽ പരന്ന് കിട്ടും കേട്ടോ. നമ്മൾ ചുടുവെള്ളം കൊണ്ടല്ലോ കുഴച്ചെടുത്തിട്ടുള്ളത്, അതുകൊണ്ട് വേഗത്തിൽ പരന്ന് കിട്ടും. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഷേപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് എന്തും ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഷേപ്പിലൊന്നും കിട്ടില്ല. അപ്പോൾ ഷേപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. സാധാരണ ചപ്പാത്തിക്ക് എത്ര കനം കുറച്ച് പരത്തുമോ അത്ര ഇതിൽ പരത്താം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളിതുപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇത്രയും കനം കുറച്ചിട്ടാണ് കേട്ടോ നമ്മൾ പരത്തിയെടുത്തിട്ടുള്ളത്. കണ്ടല്ലോ. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് കുറച്ച് എണ്ണ തൂവി കൊടുക്കാം. അപ്പോൾ അതാ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, എണ്ണ തൂവിയിട്ടുണ്ട്. ഇനി കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. നമ്മൾ റേഷൻ കടയിൽ ആ ഗോതമ്പ് പൊടി തന്നെയാണ് കേട്ടോ ഇത് തൂവിയെടുക്കാനും എടുത്തിട്ടുള്ളത്, വേറെ പൊടിയൊന്നുമല്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് തൂവിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മടക്കിയെടുക്കാം. ഈ സൈഡ് ഒന്ന് ഇങ്ങോട്ട് മടക്കിയെടുക്കുക, എന്നിട്ട് ഈ സൈഡ് ഇങ്ങോട്ട് മടക്കുക. അപ്പോൾ ഈ മടക്കിയ ഭാഗത്ത് ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഗോതമ്പ് പൊടി ആയതുകൊണ്ട് നല്ല ലെയർ കിട്ടണമെങ്കിൽ എണ്ണ ഇങ്ങനെ തേച്ച് കൊടുക്കണം. മൈദപ്പൊടി ആണെച്ചാൽ അത്ര തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ മടക്കിയെടുക്കുമ്പോഴൊന്നും തേച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഗോതമ്പ് പൊടിയല്ലേ, അപ്പോൾ അതുകൊണ്ട് നമ്മളിതാ ഇതുപോലെ ഇവിടെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടിതാ നമുക്ക് ഇതേപോലെ ഇങ്ങോട്ട് മടക്കിയെടുക്കാം, ഇത് ഇങ്ങോട്ട് മടക്കിയെടുക്കാം. ഇപ്പോൾ ഇതൊരു ചതുരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടല്ലോ, ഇതുപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് ബാക്കിയുള്ളതൊക്കെ ആക്കി എടുക്കേണ്ടത്. അപ്പോൾ ഇതാ ഒരെണ്ണം കൂടി നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഉരുള എടുത്തിട്ട് ഇതേപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനൊന്ന് സ്പീഡിൽ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഒന്ന് നല്ലോണം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് എണ്ണ തേച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ സൈഡ് ഒന്ന് മടക്കിയെടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ എണ്ണ തേച്ച് കൊടുക്കുക. ആദ്യം പൊടി ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഈ സൈഡും മടക്കിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ എണ്ണ തേച്ച് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇങ്ങോട്ടും നമുക്ക് മടക്കിയെടുക്കാം. അപ്പോൾ ഇത്രയും ലെയർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുക. ഇനി ഇതിന്ന് ഒരെണ്ണ എടുത്തിട്ട് നമ്മൾ ഈ പൊടി ഇട്ടിട്ട് തന്നെ പരത്തിയെടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരത്തിൽ പരത്തിയെടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് പരത്തിയെടുക്കുക. ഞാനിതാ കുഴൽ വെച്ചിട്ട് ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടാണ് കേട്ടോ പരത്തിയെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അധികം പരത്തിയെടുക്കണം, കാരണം നമ്മൾ എണ്ണയൊക്കെ തൂവി കൊടുത്തോണ്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ഇതേപോലെ ഒന്ന് പരത്തിയെടുക്കുക. എത്ര കനം കുറച്ച് പരത്തണോ അത്രയും കനം കുറച്ച് പരത്തിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും കനം കുറച്ചിട്ടാണ് കേട്ടോ പരത്തിയെടുത്തിട്ടുള്ളത്. സാധാരണ ഒരു ചപ്പാത്തിയുടെ കനം മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം എണ്ണയൊന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലോണം ചട്ടി ചൂടായതിൻ്റെ ശേഷം നമ്മൾ പരത്തിയെടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു പുറന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ പുറത്തും ഒന്ന് എണ്ണ തൂവി കൊടുക്കാം കേട്ടോ. ഇത് നല്ല രണ്ടതിരായിട്ട് പൊള്ളക്കൊന്നും ഇല്ല കേട്ടോ. ഇനി അങ്ങനെ പൊള്ളച്ചിലാച്ചിട്ട് ലെയർ ഇല്ലാണ്ടൊന്നും ഇരിക്കില്ല, നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഗോതമ്പ് മാവായതുകൊണ്ടല്ല, നമ്മൾ ഈ മാവ് തിളച്ച വെള്ളത്തിലല്ലേ എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ അത് നല്ല ലെയറായിട്ടൊന്നും പൊള്ളച്ചെടുക്കാത്തത്. അങ്ങനെ പൊള്ളച്ചിലെന്ന് വെച്ചിട്ട് ഒരു പേടിയും മേടിക്കേണ്ട, നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും നല്ല ലെയറുമാണ്. അപ്പോൾ നിങ്ങൾക്ക് എണ്ണ രണ്ട് പുറത്തും തൂവി കൊടുക്കുക. ഇനി ബട്ടർ വേണമെങ്കിലും തേച്ച് കൊടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചിട്ടിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ ചപ്പാത്തി എങ്ങനെ ചുട്ടെടുക്കണേ അതുപോലെ ഒന്ന് ചുട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ റേഷൻ കടയിൽ ഗോതമ്പ് പൊടി വെച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ.
നമ്മൾ ചപ്പാത്തി കഴിക്കുന്നതിനെക്കാട്ടും 10 മടങ്ങ് ടേസ്റ്റാണ്. അപ്പോൾ അടുത്തതും നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലിൽ നമുക്ക് എണ്ണ തൂവി തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതും അങ്ങനെ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക. ഞാനിതിൽ എത്രണ്ട് ലെയർ ഉണ്ട്, എത്രണ്ട് സോഫ്റ്റ് ഉണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ രണ്ടാമത്തത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, നമ്മുടെ നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരതിരായിട്ടൊന്നും പൊള്ളച്ച് വന്നിട്ടോ അങ്ങനെയൊന്നുമില്ല. അതേപോലെ ഇത് നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ആർക്കും കഴിക്കാം, വയസ്സായവർക്കും കുട്ടികൾക്കും ഒക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഗോതമ്പ് പൊടി ഇനി നിങ്ങൾ വേസ്റ്റാക്കി കളയണ്ട. നമ്മൾ കടയിൽ നിന്ന് കൂടുതൽ വില കൊടുത്തിട്ടൊന്നും ഗോതമ്പ് പൊടി മേടിക്കേണ്ട ആവശ്യമില്ല. ഈ ഗോതമ്പ് പൊടി തന്നെ മതിയാവും കേട്ടോ. നമുക്ക് ഇതുപോലെയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ടല്ലോ, പെട്ടെന്ന് നമുക്ക് പൊടിച്ചെടുക്കാനും പറ്റും. നല്ല സോഫ്റ്റുമാണ്, അതേപോലെ നല്ല ലെയറുമാണ്. സാധാ ചപ്പാത്തി കഴിക്കാനും നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.